എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉണ്ണിത്തണ്ട് കൊണ്ട് ഉപ്പേരിയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഈ ചാനലിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. കുക്കിംഗ് വീഡിയോസാണ് ഈ ചാനലിൽ മെയിനായിട്ട് ഇടുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഉണ്ണിത്തണ്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പോളയൊക്കെ ഒന്ന് അടർത്തി മാറ്റുകയാണ്. സാധാരണ പിഞ്ചായിട്ടുള്ള ഉണ്ണിത്തണ്ട് എടുക്കുകയായിരിക്കും നല്ലത്. അതേപോലെ ഉണ്ണിത്തണ്ടിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ പാചകത്തിനായിട്ട് ഉപയോഗിക്കാറ്. ഞാനിവിടെ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ണിത്തണ്ടിൻ്റെ കളറ് പെട്ടെന്ന് മാറുന്ന കാരണം നമ്മൾ അരിഞ്ഞു കഴിഞ്ഞ ഉടനെ വെള്ളത്തിലിടുകയായിരിക്കും നല്ലത്. ഞാനിവിടെ പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മോര് വെള്ളമോ കഞ്ഞിവെള്ളമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് വയ്ക്കാവുന്നതാണ്. ഞാനിവിടെ ഉണ്ണിത്തണ്ട് വട്ടത്തിലാണ് അരിയുന്നത്. സാധാരണ ഉണ്ണിത്തണ്ടിലൊക്കെ നല്ല നാരുണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഈ ചൂണ്ടുവിരൽ ഉപയോഗിച്ചൊന്ന് ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ നാര് നമുക്ക് കളയാവുന്നതാണ്. ഇപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് ഉണ്ണിത്തണ്ടുകൾ ഒന്നിച്ച് വെച്ചതിന് ശേഷം ആദ്യം നീളത്തിൽ അരിഞ്ഞിട്ട് പിന്നെ കുറുകനെ മുറിക്കുകയാണ്. എന്നിട്ട് അത് ഉടനെ തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഫൈബർ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ഉണ്ണിത്തണ്ട്. അതുകൊണ്ട് തന്നെ പല അസുഖങ്ങൾക്കും ഇത് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. കിഡ്നി സ്റ്റോൺ അതുപോലെ കുടൽ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഉണ്ണിത്തണ്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. കഴിയുമെങ്കിൽ ആഴ്ചയിൽ 1-2 തവണ ഇത് നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉണ്ണിത്തണ്ട് ഞാൻ 10 മിനിറ്റോളം വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഉണ്ണിത്തണ്ട് വേവണോടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ എടുക്കുന്ന ഉണ്ണിത്തണ്ടിൻ്റെ മൂപ്പ് അനുസരിച്ചിട്ട് വേവുന്ന സമയത്തിലും വ്യത്യാസം വരും. ഞാനിവിടെ എടുത്തിരുന്നത് ഒരു മീഡിയം മൂപ്പുള്ള ഉണ്ണിത്തണ്ടാണ്. അത് ഏകദേശം 10 മിനിറ്റ് കൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തപ്പോൾ വെന്ത് കിട്ടി. ഇനി ഇതൊന്ന് താളിച്ചെടുക്കുക വേണ്ടുള്ളൂ. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. ശേഷം ഉഴുന്ന് പരിപ്പ്, കുറച്ച് പച്ചരി മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. ഇങ്ങനെ അല്ലാതെ പച്ചരി വറുത്ത് പൊടിച്ചിട്ട് ഉണ്ണിത്തണ്ടെല്ലാം ഇട്ട് ഇളക്കിയതിന് ശേഷം അവസാനമായിട്ട് ഈ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉണ്ണിത്തണ്ട് ഉപ്പേരി വയ്ക്കുമ്പോൾ പച്ചരി ചേർക്കുന്നത് ഒരു പ്രത്യേക സ്വാദാണ്. പച്ചരി ഇതുപോലെ ആയതും അതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില, ചെറിയുള്ളി അരിഞ്ഞത് എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉണ്ണിത്തണ്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉണ്ണിത്തണ്ട് വേവിച്ച വെള്ളം ഒരുപാട് നിങ്ങൾക്ക് ബാക്കി വരികയാണെങ്കിൽ അത് ഒരിക്കലും കളയരുത്. നിങ്ങൾ വേറെ എന്തെങ്കിലും ഒഴിച്ചുകറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഉണ്ണിത്തണ്ട് വേവിച്ചെടുത്തപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ബാക്കി വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഈ ചട്ടിയിൽ ഇങ്ങനെ പരത്തിയിട്ടതിന് ശേഷം 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേനും ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിക്കോളും. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ചിരകി വെച്ചിരിക്കുന്ന നാളികേരവും ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ ഉണ്ണിത്തണ്ട് ഉപ്പേരി റെഡിയായി കിട്ടും. ഉണ്ണിത്തണ്ട് ഞാനിപ്പോൾ കാണിച്ച പോലെ ഉപ്പേരി ആയിട്ടോ അല്ലെങ്കിൽ കൂട്ട്, ജ്യൂസ് അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എന്തായാലും എടുക്കണമെന്ന് മാത്രം. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.